മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടെക് മേളകളിലൊന്നായി മാറിയ സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന ലീപ്പ് 2025 ആ പരിപാടിയിൽ ആ മേള നടക്കുന്ന റിയാദിൽ നിന്നൊരു 70 കിലോമീറ്റർ അകലെ മൽഹമിലേക്കുള്ള യാത്രയാണ്. ആ യാത്രക്കിടയിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. 2001 ഞാൻ സൗദി അറേബ്യയിൽ വരുമ്പോൾ റിയാദിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. വിരസമായിരുന്നു ആ ദിനങ്ങളൊക്കെ. വല്ലപ്പോഴും മലയാളി സംഘടനകൾ ഇങ്ങനെ നടത്തുന്ന മുത്തവയെ പേടിച്ചിട്ടൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ. ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. നാഷണൽ ഡേക്ക് പോലും ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. പിന്നീട് ആകെയുള്ളത് ഈ പെരുന്നാളിന് ഫയർ വർക്ക്സ് ഉണ്ടാവും, വെടിക്കെട്ട്, അല്ലാതെ മറ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. സൗദി അറേബ്യ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റിയാദ് എല്ലാ ദിവസവും റിയാദ് വലിയ വലിയ ഈവൻറ്റുകൾക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്ക്, അന്താരാഷ്ട്ര എക്സ്പോകൾക്ക്, അതുപോലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഉച്ചകോടികൾക്ക് എല്ലാം ആണ് റിയാദ് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വിവിധതരം പരിപാടികളാണ്. ശരിക്കും സമയമുള്ളവർക്ക് ഈ പരിപാടികളൊക്കെ പോയി പങ്കെടുക്കാൻ കഴിയും. ഇതിപ്പോൾ ഈ മേള തന്നെ, ലീപ്പ് മേള ഞായറാഴ്ച ആരംഭിച്ചതാണ്. അത് നാളെ ബുധനാഴ്ച അവസാനിക്കും. അതിലേക്ക് പോകാൻ തന്നെ വളരെ സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ മെട്രോ കൂടി വന്നതോടുകൂടി എല്ലാവർക്കും എല്ലായിടത്തും എത്താനുള്ള സൗകര്യം കൊണ്ട് എത്തിയിട്ടുണ്ട്. മെട്രോയിൽ എവിടെ നിന്നും മെട്രോ കയറിയാലും സാബ് സ്റ്റേഷനിലെത്തിയാൽ അവിടെ നിന്ന് വോൾവോ ബസ്, അടിപൊളി ബസ്സാണ്. അത് 15 മിനിറ്റ് ഇടവിട്ട്, അതായത് എല്ലാ ദിവസവും രാവിലെ 11. അതുപോലെ എയർപോർട്ടിൽ വരുന്നവർക്ക് എയർപോർട്ടിൽ നിന്ന് യെല്ലോ ട്രെയിനിൽ കയറിയ നേരെ കാഫ്ഡ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ബ്ലൂവിൽ കയറി സാബിൽ ഇറങ്ങുക. സാബിൽ നിന്ന് ഈ ബസ് പിടിച്ച് നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം.